അങ്ങനെ വഡോദരയിൽ നിന്ന് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് അഹമ്മദാബാദിലേക്ക് പോവാണ്. നടക്ക് വേഗം ഇറങ്ങും, നമുക്ക് പോണ്ടേ അടുത്ത സ്ഥലത്തേക്ക്. ഇതോടെ നോയി മമ്മയും നോയിക്കുട്ടനും സെയിം ഡ്രസ്സാ. ഡിസൈൻ നോക്കി, സൂപ്പറാണോ? സെയിം അല്ലേ? മമ്മയുടെ പോയാണോ? മമ്മ പോയാണോ? നല്ല സൂപ്പർ റോഡ് NH48 ആണിത്. നമ്മൾ അഹമ്മദാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം സബർമതി ആശ്രമത്തിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ആദ്യത്തെ പോലീസ് ചെക്കിങ് കിട്ടി. ഗുജറാത്തിലേക്കുള്ള എൻട്രിയിലേക്ക് കയറുമ്പോഴത്തേക്കും അവരുടെ ചെക്കിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവാണ്, ഓൾ ഇന്ത്യ ഡ്രൈവ് ആണെന്ന് കണ്ടപ്പോഴത്തേക്കും അവര് നല്ല ഹാപ്പി ജേണി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കിട്ടും. നമ്മൾ പോലീസ് പിടിച്ചു. സേറോയി നോക്കി, കുഞ്ഞു ബേബി പോകുന്നുണ്ടോ? ഇവിടുത്തെ പിള്ളേരല്ലേ ഇങ്ങനെയാണ് കണ്ടോ? അവർക്ക് നല്ല വെയില്. അച്ചടാ കുഞ്ഞു വാവാ, അവർക്കൊന്നും വെയില് കണ്ടിട്ട് ഒന്നും പറ്റൂല. അങ്ങനെ ഞങ്ങൾ സബർമതി ആശ്രമത്തിലെത്തി. അവിടെ ഒത്തിരി കുട്ടികളൊക്കെ സ്റ്റഡി ടൂറിന് വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ സഹപ്രവർത്തകരും കൂടെ സ്ഥാപിച്ച ഒരു ആശ്രമമാണിത്. ഇത് കണ്ടില്ലേ, ഇവിടെ സബർമതി ആശ്രമം എന്ന് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആ ഒരു ആശയവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പവർഫുൾ ആയിട്ടുള്ള തോട്ട്സൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ ആശ്രമം ഇവിടെ എങ്ങനെയാണ് സ്ഥാപിച്ചതെന്നൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗാന്ധിജി എഴുതിയ ലെറ്റേഴ്സും അതുപോലെ ഗാന്ധിജിക്ക് വന്ന ലെറ്റേഴ്സും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഇത് സന്ദർശിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. നെൽസൺ മണ്ടേല, സുനിത വില്യംസ്, അതുപോലെ തന്നെ ഹിലറി ക്ലിൻ്റൺ, ഇവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിരുന്നു ഗാന്ധിജി താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി യൂസ് ചെയ്തിരുന്ന പ്ലേറ്റ്, കണ്ണാടി, അതുപോലെ തന്നെ മെതിയടി, അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചർക്കയിൽ നൂല് നൂൽക്കുന്നത് എങ്ങനെയാണെന്ന് ചേച്ചി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കോട്ടണിൽ നിന്നാണ് ഈ നൂല് ആയി വരുന്നത്. എന്തിനായി, എന്താ വേണ്ടത് ചോദിക്കുക? അമ്മേന്റെ അടുത്തിരുന്ന പോലീസ് ഫ്രണ്ടിലിരിക്കാൻ പാടില്ല കുട്ടികൾ. കടയോ? കട നമുക്ക് നോക്കാടാ. എന്തിനാ കട ഇനി? നീ അത് വിട്ടില്ലേ? നോയിക്കുട്ടിന് പായസം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പായസം ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.